ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെന്ന്? 1920. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന്? 1920. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം? കവരത്തി. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം? ബന്ധു സമ്മേളനം. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന്? 1920. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം? കവരത്തി. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം? ബന്ധു സമ്മേളനം. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആര്? സമുദ്രഗുപ്തൻ. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം? ക്ഷേത്ര പ്രവേശന വിളംബരം. കേരളത്തിലെ ആദ്യത്തെ പത്രം? രാജ്യ സമാചാരം. ലോക വനിതാ ദിനം മാർച്ച് 8. ലോക വനിതാ ദിനം മാർച്ച് 8. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുമായി ഏറ്റുമുട്ടിയ വിദേശ ശക്തി? ഡച്ചുകാർ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആര്? സമുദ്രഗുപ്തൻ. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം? ക്ഷേത്ര പ്രവേശന വിളംബരം. കേരളത്തിലെ ആദ്യത്തെ പത്രം? രാജ്യ സമാചാരം. ലോക വനിതാ ദിനം മാർച്ച് 8. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുമായി ഏറ്റുമുട്ടിയ വിദേശ ശക്തി? ഡച്ചുകാർ. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം? 1789. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം? 1789. ആരാണ് ഫാസിസത്തിന്റെ ഏറ്റവും വലിയ വക്താവ്? മുസോളിനി. കേരളത്തിലെ നിലവിലെ വനം വകുപ്പ് മന്ത്രി? AK ശശീന്ദ്രൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ? സഹോദരൻ അയ്യപ്പൻ. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലാഹോർ. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം? 1789. ആരാണ് ഫാസിസത്തിന്റെ ഏറ്റവും വലിയ വക്താവ്? മുസോളിനി. കേരളത്തിലെ നിലവിലെ വനം വകുപ്പ് മന്ത്രി? AK ശശീന്ദ്രൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ? സഹോദരൻ അയ്യപ്പൻ. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലാഹോർ. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം? 1526. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം? 1526. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെ കുറിച്ചുള്ളതാണ്? ബാലഗംഗാധര തിലക്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം. വരിക വരിക സഹചരെ, സഹന സമര സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരാണ് രചിച്ചത്? അംഷി നാരായണ പിള്ള. ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? നരേന്ദ്ര മോദി. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം? 1526.